നമസ്കാരം. രജനീകാന്തിൻ്റെ കൂലി എന്ന സിനിമയിൽ മലയാളി താരം സൗബിൻ്റെ പെർഫോമൻസ് കേരളക്കരയാകെ ആരാധകർ ചർച്ച ചെയ്യും. അപാരമായ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. അഭിനയിക്കുന്നത് രജനീകാന്തിനോടൊപ്പം. അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, മനോജ് കെ ജയൻ, ജയറാം, ഇങ്ങനെ ഒരുപിടി മലയാള താരങ്ങൾ തമിഴകത്ത് തങ്ങളുടെ അഭിനയ പ്രതിഭയുടെ മാറ്റുരയ്ക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിന് തുടക്കം കുറിച്ചത് ഈ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ പരിവേഷത്തിലേക്ക് വരുവാനുള്ള ആരംഭം കുറിച്ചത് മമ്മൂട്ടിയാണ്. മലയാളത്തിൽ മുൻ മാതൃകകളൊന്നുമില്ലെങ്കിലും മമ്മൂട്ടി തനതായ ഒരു വഴി തെളിച്ചെടുക്കുകയായിരുന്നു. ഇതിന് മുൻകാലത്ത് പ്രേം നസീറും മറ്റുമൊക്കെ തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതോടെ അവസാനിക്കുകയായിരുന്നു. മലയാളത്തിൽ നിന്നും മമ്മൂട്ടി തമിഴകത്തേക്ക് പോയത് മണിരത്നം സംവിധാനം ചെയ്ത ദളപതി എന്ന സിനിമയിലാണ്. ദളപതിയിൽ രജനീകാന്തിനോടൊപ്പം ഈടുറ്റ ദേവ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മമ്മൂട്ടി തമിഴിൽ രംഗപ്രവേശം ചെയ്തത്. അസാധ്യമായ പെർഫോമൻസ് ആയിരുന്നു മമ്മൂട്ടി അന്ന് കാഴ്ചവെച്ചത്. തെന്നിന്ത്യയിൽ മമ്മൂട്ടിയുടെ പേഴ്സണാലിറ്റിയും അദ്ദേഹത്തിൻ്റെ പുരുഷത്വവും ആ സൗന്ദര്യവും എല്ലാം അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു ദളപതിയിലെ ദേവ. എന്നാൽ രജനീകാന്ത് എന്ന് പറഞ്ഞ സൂപ്പർ താരത്തോടൊപ്പം, അത്ര ഒരു സൂര്യനെപ്പോലെ ജ്വലിക്കുന്ന രജനീകാന്തിനോടൊപ്പം മാറ്റുരയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇന്നത്തെ രജനീകാന്ത് അല്ല അത്. രജനീകാന്തിൻ്റെ ഏറ്റവും കരുത്തും ശേഷിയും ശേമുഷിയും ഒക്കെ ഉള്ള ഒരു കാലമായിരുന്നു. മണിരത്നത്തിൻ്റെ ലൊക്കേഷനിൽ അന്ന് ചെന്നൈയിൽ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ആ ലൊക്കേഷൻ കവർ ചെയ്യാനായി ഞങ്ങളെയും കൊണ്ടുപോയി വെള്ളി നക്ഷത്രത്തിന് വേണ്ടി. അന്ന് മമ്മൂട്ടിയുടെ ആ ദളപതിയിലെ ക്യാരക്ടർ ദേവ എന്ന ക്യാരക്ടറായി മമ്മൂട്ടി വേഷമിട്ട് ആ പുരുഷ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകം പോലെ നിൽക്കുന്നത് കണ്ടതാണ്. രജനീകാന്തിനോടൊപ്പം അദ്ദേഹം അഭിനയിക്കുന്നതും കണ്ടു. ദളപതിയിൽ ഉജ്ജ്വലമായി അഭിനയിച്ച രജനീകാന്തിനോടൊപ്പം കിടപിടിക്കുന്ന പെർഫോമൻസ് മലയാളത്തിൻ്റെ അഭിമാനമായ മമ്മൂട്ടി അന്ന് ആ സിനിമയിൽ കാഴ്ചവെച്ചു. അത് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ചലച്ചിത്ര ജീവിതത്തിൻ്റെ ഒരു ജൈത്രയാത്രയുടെ തുടക്കമായിരുന്നു. തമിഴകത്തൊട്ടേറെ ചിത്രങ്ങൾ, തെലുങ്കിൽ, ഹിന്ദിയിൽ ഒക്കെ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ കൊടി നാട്ടി. മമ്മൂട്ടി തെളിച്ച പാതയിലൂടെ തന്നെയാണ് മോഹൻലാൽ പിന്നീട് അങ്ങോട്ട് സഞ്ചരിച്ചത്. അദ്ദേഹവും തമിഴകത്ത് വന്നു, മണിരത്നത്തിൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചു. അതുപോലെ പിന്നെ തുടർന്ന് മലയാളത്തിൽ നിന്ന് ഒട്ടനവധി താരങ്ങൾ തമിഴകത്തും തെലുങ്കിലും അഭിനയിക്കുവാനെത്തി. അത് ഒരു പാൻ ഇന്ത്യൻ നിലയിലേക്ക് മലയാള സിനിമയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നും താരങ്ങൾ അന്യഭാഷകളിലേക്ക് പോയി അവിടെ അഭിനയിച്ച് അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കുന്നതിൽ മമ്മൂട്ടി വഴി തെളിച്ചു കൊടുത്തു എന്നത് ഒരു സത്യം തന്നെയാണ്. ഇപ്പോൾ പുതിയ തലമുറയിലെ പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് ഈ കൂലി എന്ന് പറയുന്ന സിനിമയിൽ രജനീകാന്തിനോടൊപ്പം സൗബിന്റെ പെർഫോമൻസ് കൊട്ടിഘോഷിക്കുകയാണ്. മമ്മൂട്ടി ഇത്തരം കാര്യങ്ങളിൽ ഒരു ദീർഘവീക്ഷണവും അതുപോലെ തന്നെ ഒരു കാഴ്ചപ്പാടും ഈ നടനുണ്ടായിരുന്നു. മലയാള സിനിമയിൽ സുകുമാരൻ എന്ന താരത്തിന് ശേഷം വന്ന് താരമാവുകയും സൂപ്പർ സ്റ്റാർ പദവിയിലെത്തുകയും ചെയ്ത മമ്മൂട്ടി പ്രത്യേകിച്ച് മുൻ മാതൃകകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും മലയാള സിനിമയിൽ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാനും ഒരു പ്രത്യേക ശൈലി രൂപപ്പെടുത്തുന്നതിലുമൊക്കെ തനതായ ഒരു പങ്കുവഹിച്ചു. അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് മമ്മൂട്ടി പലപ്പോഴും പറയാറുണ്ട്, മൾട്ടിനാഷണൽ കമ്പനികളുടെ പരസ്യങ്ങൾ ബോളിവുഡിലും അതുപോലെ തന്നെ തമിഴകത്തിലുമുള്ള താരങ്ങളെ കൊണ്ട് വലിയ വലിയ പരസ്യങ്ങൾ ചെയ്യുമ്പോൾ മമ്മൂട്ടി നമ്മളുടെ താരങ്ങളെ അതിലേക്ക് വരാൻ, നമ്മളുടെ താരങ്ങൾക്ക് അത്തരം പരസ്യങ്ങളിലേക്ക് വരുവാനും അത്തരം പരസ്യ ചിത്രങ്ങളിലൂടെ അവർക്ക് വളരുവാനും വരുമാനം ഉണ്ടാകുവാനും
അതിന് തുടക്കം കുറിക്കുകയും അതിനുവേണ്ടി ഭയങ്കരമായി ശ്രമിക്കുകയും ചെയ്ത ഒരു നടൻ കൂടിയാണ് മമ്മൂട്ടി. ഇപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നമ്മുടെ താരങ്ങൾക്ക് ഒരു മൾട്ടിലിംഗ്വൽ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ പരിവേഷത്തിലേക്ക് വളരുന്നതിൻ്റെ ഒരു തുടക്കം കുറിച്ചത്, അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയത്, അതിനൊരു പാത വെട്ടിത്തെളിച്ചത് മമ്മൂട്ടിയാണ് എന്നത് ഒരു സത്യമാണ്.